ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ്, നോക്കൂ, നമ്മളങ്ങനെ നമ്മുടെ ബാംഗ്ലൂർ പോകുന്ന ലക്ഷ്യസ്ഥാനത്തോട്ട് വെച്ച് നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയത്താണ് ഞങ്ങളുടെ കണ്ണിൽ കുറേ നാളെ ഉപയോഗിക്കാത്തതുകൊണ്ടാണോ ഇത് കറക്റ്റ് കയറാത്ത? നിനക്ക് കറക്റ്റായിട്ട് പേസ്റ്റ് വീണില്ല. ഗൈസ് നോക്കൂ, അതായത് ഞങ്ങൾ ബാംഗ്ലൂർ ലക്ഷ്യമാക്കി പോകുന്നതിന് പെട്ടെന്ന് ഞങ്ങളുടെ കണ്ണിൽ ഈ തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഈ കാണുന്ന വീൽ അലോട്ട്മെൻറ്റ് കട ഞങ്ങളുടെ ഫ്രണ്ടിൽ പെടുന്നത് നമ്മുടെ വണ്ടിയുടെ വീൽ അലോട്ട്മെൻറ്റ് കറക്റ്റ് അല്ല. അങ്ങനെ ഇന്നലെ രാത്രി കൊണ്ട് ഈ കടയിൽ കയറ്റി കഴിഞ്ഞപ്പം ഇവിടെയുള്ള സുഹൃത്തുക്കൾ ഞങ്ങളോട് പറഞ്ഞു സെൻട്രൽ ബോൾട്ട് ഇല്ല വണ്ടിയുടെ. സെൻട്രൽ ബോൾട്ട് ബേക്കിൽ രണ്ടെണ്ണം, ബേക്കിൽ അത് ആ സൈഡത്തെ ഇല്ലെന്നാ പറഞ്ഞത്, ആ ഫ്രണ്ടിലത്തെ സൈഡത്തെ ഇല്ലെന്നാ പറഞ്ഞത്. അപ്പോൾ അതൊന്ന് കാണിക്കണം. അത് കാണിച്ചിട്ട് വേണം വീണ്ടും വന്ന് അലോട്ട്മെൻറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഇന്നലെ രാത്രി നിങ്ങൾ കണ്ട പോലെ തന്നെ ഇവിടെയാണ് കിടന്നുറങ്ങിയത്. അതായത് ഇന്നലെ നമ്മൾ വീൽ അലോട്ട്മെൻറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന അതേ സ്ഥലത്ത് തന്നെ കിടന്നുറങ്ങി. ഭക്ഷണം വെക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പാത്രങ്ങളും സംവിധാനങ്ങളുമാണ് ഇവിടെ ഇറക്കി വെച്ചാക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇത് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ തന്നെ ഗ്യാസ് ഉണ്ടാക്കണം. അല്ലാതെ മേലോട്ട് ഗ്യാസ് വരുള്ളൂ. വെള്ളം എടുക്കണം കേട്ടോ, മറക്കല്ലേ. 2 ബോട്ടിൽ മാറ്റണം. യെസ്, അതായത് 2 ബോട്ടിൽ നിറയ്ക്കാനുണ്ട്. പിന്നെ വണ്ടിയുടെ ടാങ്കിൻ്റെ അകത്തും വെള്ളം നിറയ്ക്കാനുണ്ട് കേട്ടോ. ഇന്നലെ നിങ്ങളെ തുറന്ന് കാണിക്കാൻ പറ്റാത്ത ഈ സാധനം ഇവർ തുറന്നു കേട്ടോ. ഇന്ന് ഇത് മൊത്തം പാത്രം, ഇവനെ വേറെ ഒന്നുമില്ല. നമ്മൾ എന്നാ സംഭവം എന്ന് വെച്ചാൽ പാത്രം നമ്മൾ ഒരു സ്ഥലത്ത് എപ്പോഴും വെക്കണം. കാര്യം എന്താ വെച്ചാൽ ഒന്ന് കിലിങ്ങിന്നും പറഞ്ഞ് വണ്ടി കാണുമ്പോൾ ചാടും. രണ്ടാമതെന്ന് വെച്ചാൽ പാത്രം നോക്കാൻ പാത്രം കാണില്ല. ഇപ്പം സമയം 9 മണി, 6 മണിക്ക് ഇവർ എണീറ്റ് കേട്ടോ. അതായത് ഭക്ഷണം വെപ്പും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സംഭവം. അതായത് കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. അതായത് നമ്മൾ വീട്ടിൽ നമുക്ക് ഇഷ്ടം പോലെ കിച്ചണും കാര്യങ്ങളും ഉപയോഗിച്ച ആൾക്കാർക്ക് ചെറുതായിട്ട് വരുമ്പോൾ പാടാ. അങ്ങനെ തന്നെ ഇച്ചിരി സമയം എടുക്കും ഭക്ഷണം വെക്കാൻ. കുറച്ച് സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് വേണം ഇവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മൾ വീട്ടിലത്തെ പോലെ അല്ലല്ലോ, പാത്രം താഴേന്ന് എടുത്തിട്ട് വരണം, വെള്ളം താഴേന്ന് എടുത്തിട്ട്. ഫ്രണ്ടിലെ എ സിയുടെ അത് വീഴുന്നുണ്ട്, ഇവിടുത്തെ എ സിയുടെ അത് വീഴുന്നുണ്ട്. എ സി എപ്പോഴും വണ്ടി എടുത്താൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, വണ്ടി ഈ വശത്തോട്ട് ചെരിച്ചെടുത്താണ് ശ്രമിക്കണം കേട്ടോ. ആ വശത്തോട്ടാകുമ്പോൾ ഇങ്ങനെ ചെരിച്ച് തന്നെ നിർത്തണം. ട്രേ ആണ്, ട്രേക്ക് അത് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വെള്ളം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബേക്കും എല്ലാവരും തുറന്നിട്ടുണ്ട്. ഇന്നലെ ഒരു ബക്കറ്റ് നഷ്ടപ്പെട്ടതിന് അപ്പൻ ഇവിടെ കിടന്ന് ഗുസ്തിയായിരുന്നു. ലാസ്റ്റ് ലിബിൻ പറഞ്ഞു ഇതിൻ്റെ അകത്ത് എടുത്തു വെച്ചിട്ടുണ്ടെന്ന്. നീ എവിടെയായിരുന്നു എടുത്തു വെച്ചത്? ഞാൻ ഇതിൻ്റെ ബേക്കിൽ തന്നെ വെച്ചാ. അതല്ലേ ആ നീല ബക്കറ്റ്. പിന്നെ അതായത് നമ്മൾ വണ്ടി ശരിയാക്കുന്ന നേരത്ത് 3 ബക്കറ്റ് ഇറക്കിയായിരുന്നു. 3 ബക്കറ്റും 2 ബക്കറ്റ് മഞ്ഞക്കളി പോകുന്നത്. മഞ്ഞക്കളി എങ്ങോട്ടാ? അപ്പൻ പാൻറ് തന്നല്ലേ? ഇത് ഷർട്ട്. അപ്പൻ ഷർട്ട് തന്നു. പുള്ളിക്കാരനെ എറണാകുളം വരെ കൊണ്ടുവന്ന കേട്ടോ. ഞാൻ പറഞ്ഞു ഡെറാഡൂൺ വഴി കാഠ്മണ്ഡുവിലേക്ക് പോയാക്കുന്നത്. പുള്ളി പറഞ്ഞു എന്നാ അങ്ങനെ ആയിക്കോട്ടെ. വീട്ടുകാർ കാറ് കൊണ്ടുപോയി ചേച്ചെടുത്ത് വെച്ചാൽ നന്നായില്ലേ? അത് വിളിച്ച് സംസാരിക്കാം. ബസ്സിന് കൊടുത്തു വിടാൻ പറയാം. ആ ബസ്സിന്റെ നമ്പർ ആദ്യം കൊടുക്കുക. ഇന്നലെ നമ്പർ കൊടുക്കാഞ്ഞിട്ട് കൊടുക്കാൻ പറ്റാതെ. കൊടുക്കാം, ഞാൻ ജയിച്ചു കേട്ടോ. എന്തായാലും നമുക്ക് നേരെ മൈക്കിളൊക്കെ രാവിലെ എണീറ്റ് ഭയങ്കര ഗുസ്തിയായിരുന്നു കേട്ടോ. നോക്കിയേ എന്തൊക്കെയാ കാണിക്കണേ നോക്കിയേ. തോക്കൊക്കെയാ കയ്യിലുണ്ട്, ചെറിയ ഷോർട്ട് കട്ട്. രാവിലെ ഇവരിവിടെ ചോറ്, പഴം പുഴുങ്ങിയത് നിങ്ങൾക്ക് കണ്ടാ അറിയാം. അത് ഇച്ചിരി പഴം ബാക്കി വന്നത് അവരങ്ങോട്ട് തട്ടിക്കൂട്ടി സംഭവം പോലെ വണ്ടി പഴം പുഴുങ്ങിയത് കൂടുതലാണെന്ന് പറഞ്ഞ് പഴം തന്ന ഇത് കണ്ടോ, സാമ്പാർ. ഇനി അത് കൂടാതെ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് മീൻ പറക്കും, അച്ചാറ്, രസം. എന്തിയപ്പേ ദേ രസം, നല്ല ഒന്നാന്തരം സൂപ്പർ രസം. അതിന്റെ നല്ല രസമില്ല അമ്മയ്ക്ക് അവിടെ അല്ലേ? അത് പറയാനാണോ ക്യാമറ തിരിപ്പിച്ചേ? അപ്പം അവല് റെഡി ആയിട്ടുണ്ട്. അവല് കഴിച്ചതിന് ശേഷം നമ്മൾ ഇവിടുന്ന് വണ്ടി ഇറക്കും. നേരെ ഒരു വർഷം പോയിട്ട് 4 സെൻട്രൽ ബോൾട്ട് ഇട്ട് അലോയ്മെൻറ്റും കഴിഞ്ഞ് നേരെ പോകും. തമിഴ്നാട് കഴിഞ്ഞാൽ പിന്നെ അലോയ്മെൻറ്റ് ചെയ്യുന്ന കടകൾ കിട്ടാൻ വളരെ പാടാണ്. ഞങ്ങളെ പോകാൻ വേണ്ടി എല്ലാ കാര്യവും റെഡിയാക്കി, വണ്ടിയെല്ലാം വൃത്തിയാക്കി, അതുപോലെ ബെഡെല്ലാം വിരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ആ ബോൾട്ടിൻ്റെ കാര്യം പറഞ്ഞില്ല. ആ സാധനം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് മാറ്റുവാണെങ്കിൽ നമുക്ക് ഭാഷ അറിയാം, നമുക്ക് പെട്ടെന്ന് എല്ലാ കാര്യം ചെയ്യാം. പിന്നെ ഏഷ്യൻ്റെ സർവീസ് സെൻ്ററിൽ തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ ഇവനെ. അത് ഇന്നലെ അത് കണ്ടതുകൊണ്ട് അത് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങോട്ടങ്ങോട്ട് പണി മേടിക്കുകയുള്ളൂ. ഇവിടെ അവല് റെഡി ആയിട്ടോ, ഞങ്ങൾക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയ അവൽ. എനിക്കത്ര മതി. ഭയങ്കര എരിവാ, ഓവർ. പഴമില്ല. എരിവ് എങ്ങനെയാണ് അവലിനകത്ത് വരുന്നത്? മധുരം. അവലും പഴവും ഉണ്ട്. അമ്മ അവല് ഏത്തപ്പഴം കഴിക്കും. പിന്നെ നീ കഴിച്ച ഇത് നല്ല കോമ്പിനേഷൻ ആണ്. ഇതങ്ങ് പിടിക്കുക, കൈ കൊണ്ടങ്ങ് ചുരടുക. തുറന്നു. അതായത് ഇപ്പൊ ഞങ്ങൾ അവല് കഴിക്കും. ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആക്കുമല്ലേ? ഉച്ചയ്ക്ക് ഇനി ഇത് ഓർത്ത് യാത്ര ചെയ്യാലോ, നല്ല സാമ്പാറും. നമുക്കിത് കഴിച്ചിട്ട് വേണം, നമ്മുടെ മെയിൻ പരിപാടി തീർത്തിട്ടില്ല കേട്ടോ. അലോയ്മെന്റ് ഇനിയും കിട്ടുക എന്നുള്ളത് പാട് പിടിച്ച പരിപാടിയാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് അത് ചെയ്യാൻ വേണ്ടി പോകാൻ.
3 സാധനവും ഒരേ സമയത്ത് തിളക്കട്ടെ. രണ്ടെണ്ണം. അത് പഴമല്ലേ, നമ്മൾ രാവിലെ എടുത്തതല്ലേ. രസമായി. ഇനിയും ചോറ് മാത്രമേ ആവുള്ളൂ. ചോറായിട്ടേ പോകാൻ പറ്റുള്ളൂ. രസമായതാട്ടോ. ഇനി ചോറ് രസമല്ലേ പൊക്കിയത്. അത് ഇതാ സാമ്പാർ. സാമ്പാർ രസമുണ്ട് ഇന്ന്. അപ്പം പറ്റിച്ചല്ലേ നിങ്ങള്? ആ സാധനം എടുത്ത് ഇപ്പുറത്തോട്ട് ഇട്ടു, അതിന് പുളിയും കൂടി ഇട്ടു. അതെ പറ്റിച്ചതാ. അതെ, വണ്ടി ക്ലീൻ ആക്കുന്നത് ഞങ്ങളുടെ പുതിയ പ്രൊഡക്റ്റ് ആട്ടോ. ഞാൻ ഇൻസ്റ്റാമാർട്ട് വഴി മേടിച്ച സാധനം കേട്ടോ. ഈ കമ്പനിയുടെ സാധനങ്ങൾ നിങ്ങൾക്ക് വിശ്വസിച്ച് മേടിക്കാം. ഞാൻ ഈ കാണുന്ന ഇത് ഫോൺ ഹോൾഡർ ഇതൊക്കെ ഇവരെ മേടിച്ചാൽ അത്യാവശ്യം നല്ല സാധനം. അവിടുത്തെ ഒക്കെ മാറ്റില്ല. പിന്നെ അവിടുത്തെ ഒക്കെ മാറ്റണം ഗൈസ്. ഒരു വണ്ടി എടുക്കണം, എന്തൊക്കെ പണിയുണ്ടെന്ന് പറയാം. ഫുള്ള് ആദ്യം ഭക്ഷണം വെക്കണം, വൃത്തിയാക്കണം. പിന്നെ അത് കൂടാതെ അതേപോലെ തന്നെ പുറത്തൊക്കെ ഫുള്ള് ഇത് കണ്ടോ. അങ്ങോട്ട് നോക്കി, പാത്രം കഴുകല്, പാത്രം ഡ്രൈ ആക്കല്, അത് എടുത്തു വെക്കാനുള്ള നല്ലതാണ്. ചാർജ് തീർന്നു. പ്രൊഡക്റ്റ് നല്ലതാണ്, ചാർജ് തീർന്നാ ഉള്ള മതി. കത്തിക്കൽ കഴിഞ്ഞു. ഇനി അത് പുറത്ത് നീ ഇറങ്ങിയിട്ട് ഇത് കള. ഇതിൻ്റെ അകത്ത് ഇത് ചേട്ടാ ഇതൊന്നും ഇറങ്ങിക്കളാം. ചേട്ടൻ അറിയാലോ, ചേട്ടൻ പ്രായം കൂടിയ ആള്. പെട്ടെന്ന് കളഞ്ഞിട്ടോ. അല്ല 2 വയസ്സ് ഇറങ്ങിയതോ. ഒരു കുഴപ്പമില്ല. ഭക്ഷണം വെക്കുന്ന ഓരോ സാധനങ്ങളും ഇതിനകത്ത് ഓരോ സ്ഥലത്ത് നമുക്ക് ഒതുക്കണം കേട്ടോ. അത് മാത്രമല്ല, ഈ പാത്രം ഉണങ്ങി കഴിഞ്ഞ് ഈ പാത്രം വെക്കണം. കാരണം ഇത് 2-3 പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റിയ പാളയുടെ പാത്രമാണ്. പിന്നെ അതുകൂടാതെ അവിടെ സ്ഥലമുണ്ടോ തീച്ചേട്ടാ? അവിടെ ഒക്കെ സ്ഥലമുണ്ടോ? എവിടെ? സാമ്പാർ വെച്ച് ഞാൻ പിടിക്കാം. എവിടെയാ? സിമ്പിളായിട്ട് ഞങ്ങളുടെ സർക്കസ് സംഭവങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ ഐഷറിൻ്റെ ഷോറൂമിലേക്ക് പോവുകയാണ്. അപ്പം അവിടെ പോയിട്ട് നമ്മുടെ ബോൾ ജോയിൻ്റ് അല്ല, സെൻട്രൽ ബോൾട്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഗൈസ്, ഈ തൊട്ട് ഫ്രണ്ടിലെ ഐഷറിൻ്റെ ഒരു ഷോറൂം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇട്ട് തരുമോ എന്നുള്ളത് ചോദിക്കണം. ഞങ്ങൾ ഇന്നലെ ഇത് കണ്ടായിരുന്നു കേട്ടോ. നിബിൻ ആ സമയത്ത് വത്സഞ്ചാരനെ വിളിക്കുക. നല്ല വാൾട്ടറി, ഉപയോഗിക്കാത്ത വാൾട്ടറിയാ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളിപ്പം ഇത് ഈ കാണുന്ന SRI മോട്ടോഴ്സിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സംഭവമില്ല, അതായത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ ഈ വാഹനത്തിൻ്റെ കട്ട് ബോൾട്ട് അങ്ങനെ എന്തെങ്കിലും പറയുന്നത് സെൻട്രൽ ബോൾട്ട് കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആൾക്കാർ വന്നാണ് ശരിയാക്കുക. അപ്പോൾ അതിൻ്റെ ആളെ വിളിച്ചിട്ടുണ്ട്. 2 ആണെങ്കിൽ 3000 രൂപ, 4 പോയി 6000 രൂപ. പിന്നെ ബുഷ് പോയി കഴിഞ്ഞാൽ വീണ്ടും 200 വെച്ച് കൂടും. പിന്നെ വേറൊരു കേസ്, അതായത് നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ചാർജ് കയറുന്നില്ല, ഡൈനാമോ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ടുണ്ട്. ഇതെല്ലാം പണികൾ തീർത്ത് നമുക്ക് പോവാം. അതാവുമ്പോൾ വലിയ ടെൻഷൻ ഇല്ലാതെ നമുക്ക് അവിടെ വരെ പോവാം. അതായത് തമിഴ്നാട് വിടുമ്പോഴത്തേനും നമ്മുടെ വണ്ടിയുടെ എല്ലാ പ്രശ്നങ്ങളും എന്താ നമ്മൾ ഓടിച്ച് മനസ്സിലാക്കി എല്ലാം തീർക്കണം. അതെ, ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറ്റിക്കുകയും. ഹൈവേ കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടികൾ പോകുന്നുണ്ട്. ആടാ, നമുക്ക് ജാക്കിയുണ്ട്, ലിവറുണ്ട്, മറ്റേ ടയർ വരുന്ന സാധനം കറക്കുന്ന സാധനം മേടിക്കണ്ടേ? അല്ല, ഇവരോട് ഇതുണ്ടോ? അത് ചോദിച്ചാടാ. അത് ടൈറ്റ് ആക്കുന്ന സാധനം മറ്റേ എന്നാ ചേട്ടാ പറയുക? ലിവർ. ഇത് ഊറണ ലിവർ. அப்படி சொல்லுங்க. சொல்லாம போது இப்போ அடியும் கொண்டு வரும் കേട്ടോ. നമ്മളോടെ വണ്ടി റിവേഴ്സ് തിരിച്ചിടാൻ പറഞ്ഞോട്ടോ അതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വാഹനം തിരിച്ചിട്ടാക്കാം, അതായിരിക്കും നല്ലത്. ദീപേട്ടാ മറ്റേ വിളിച്ച AC രാവിലെ വിളിച്ചേ. നമ്മളെ വണ്ടി ഇങ്ങോട്ട് ഇടിച്ചു. ഇനിയിപ്പോൾ ഇവർ വരുന്നോടെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ 2 സാധനം നമുക്ക് അത്യാവശ്യമുള്ളതുണ്ട്. അത് ഇവരോട് വാങ്ങാൻ പറഞ്ഞിട്ട്, ഒന്ന് ജാക്കിയുടെ മറ്റേ സാധനം, പിന്നെ 2 ടയർ വരുന്ന സാധനം. ഈ 2ഉം വേണ്ട നമുക്ക്. അത് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. തള്ളിക്കൊണ്ടിരുന്ന കുറെ സ്ഥലം മറന്നു. റഷ്യ വീണ്ടും യൂറോപ്പ് ബൈ റോഡ്. ഇനി വന്ന് ആഫ്രിക്കയിൽ നിന്ന് വന്ന് റിട്ടേൺ യൂറോപ്പ്, അമേരിക്ക ഔട്ട് ഓഫ് കൺട്രി, ഫുള്ളാണ് ഔട്ട് ഓഫ് കൺട്രി. இது வந்து எல்லாமே யூரோப் அந்த மாதிரி ஏரியாவில் ட்ராவல் பண்ணி. இது வந்து துருக்கி ஃபுல்லான மஞ்சு, துருக்கி ஃபுல்லான மஞ்சு அந்த மாதிரி. ஆனால் அந்த வண்டி பிரேக்கு பிரச்சனை, பிரேக்கே இல்லை. 3 பாடி பிரேக்கு டீட்டி, 4வது கிடைக்காது. ഒരു കിഡ്നിയിലും പറ്റി. അണ്ണൻ ഇവിടുത്തെ പിന്നെ ഇതാട്ടോ, മറ്റേ എന്നായിരുന്നു മറ്റേ ബെൽഡർ എന്നാ പെയിന്റിങ് മാസ്റ്ററാണ്. പേരെന്നാ? മാധവ് എന്നാണ് പുള്ളിയുടെ പേര് കേട്ടോ.
പുള്ളിക്കാരനെ നമുക്കിനി കുറച്ച് കഴിഞ്ഞ് കാണാം. നമ്മുടെ പിന്നെ ബോൾട്ടിൻ്റെ ആൾ പറഞ്ഞു, എന്നാലും ഇനി നമുക്ക് കാര്യം നടക്കുള്ളൂ. അണ്ണാ ഇങ്ങ നല്ല ഇருக்கு ഇങ്ങ നല്ല ഇருக்கு. നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം. ബാ വെയിറ്റ് ചെയ്യാം. അണ്ണൻ തമ്പി ആ അണ്ണൻ തമ്പി അമിതാ അണ്ണൻ നമ്മത് തമ്പി. ഗൈസ് ഞങ്ങളെല്ലാം വണ്ടി കയറി. ലിവിനെ പുള്ളിയോട് എങ്കിൽ ഇറുക്കെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ചിരി വന്നു. ഞാൻ ഇങ്ങോട്ട് പോകും. ഞാൻ അതെല്ലാം ഉദ്ദേശിച്ചേ. ഇത് നോക്കി ഒരെണ്ണം കിടക്കുന്നത് മുതലാളി എങ്ങനെ അലമ്പുണ്ടാക്കണമെന്ന് ആലോചിച്ച് കിടക്കുക കേട്ടോ. ഇത് എല്ലാവരും ഇവിടെ മമ്മി എന്തി അമ്മി മമ്മി ബ്യൂട്ടീഷ്യൻ ചെയ്ത് സെറ്റപ്പ് ആയിട്ടിരിക്കുന്നു. എനിക്ക് അഭിരാമിയുടെ പരമാവധി സാധനങ്ങൾ കൊടുത്തു കാണിച്ച്. അതായത് ഇനി അവര് വരാൻ നല്ല സമയം എടുക്കും. പാവം മമ്മി വലിയാണ്. അതായത് ആ 2 പണിയുണ്ടോ ഇപ്പൊ ചേർക്കാൻ വേണ്ടി, അത് വരുന്നോളം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതായിരിക്കും നല്ലത്. ഇപ്പം വരും, ആള് വരും. അതായത് നമ്മുടെ താഴത്തെ ഒരു വയർ കത്തിപ്പോയി, അങ്ങനെ ഒരു ഷോർട്ട് ആയിപ്പോയി. അതുകൊണ്ടാണ് നമുക്ക് വണ്ടിയിലോട്ട് കറണ്ട് കിട്ടാൻ. ഇതുകാരം മുല്ലപ്പെരിയാറിനെ കറണ്ട് ചെയ്തത് മൊത്തം പൊട്ടിത്തെറിച്ചാണ്. എന്ന സംഭവം സെൻട്രൽ ബോൾട്ട് അതിന് നീ തിരിച്ചോണ്ട് തന്നെ ചോദിച്ചാ സെൻട്രൽ ബോൾട്ട് എന്നാന്നുള്ള പുള്ളി ഉത്തരം പറഞ്ഞത് സെൻട്രൽ വരുന്നൊരു ബോൾട്ട് ആണല്ലേ. അല്ല ഇത് എന്തൊരു സാധനം, ഇങ്ങനത്തെ സാധനം സെൻട്രൽ ബോൾട്ട് ആണ് അലോയ്മെന്റുകളെ വണ്ടിയുടെ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്. അതല്ല വണ്ടി നമ്മുടെ കൈ നിൽക്കാത്ത ഈ വണ്ടിയുടെ അതല്ല നമ്മള് നേരത്തെ പൊട്ടിയതാ. നമ്മൾ നേരത്തെ മാറണ്ടായിരുന്നു. നമ്മളിപ്പോഴാ മാറാൻ വേണ്ടി പിടിച്ച അല്ല. ഒരു നോക്കി ജാക്കി എടുത്ത് പൊക്കുന്നു. എടാ പൊങ്ങൂല, ഇവിടെ അപ്പാപ്പിക്ക് പൊങ്ങൂല ജാക്കി. പിന്നെ നിനക്ക് കൊച്ചോറ് എങ്ങനെയെങ്കിലും ഒന്ന് വെയിറ്റ് കുറച്ച് അപ്പൊ അവനെ എടുത്തു കൊടുക്കപ്പാ. അപ്പ അവനെ എടുത്തു കൊടുക്കപ്പാ. നോക്കണേ ദേഹത്ത് വിടാതെ. ആ ഓ എന്താ പൊന്നെ ഭയങ്കര ചാക്കി എടുത്തേ. അമ്മ 10 ഉണ്ടാവില്ല. അതാ കെട്ടിപ്പിടിച്ച് കിടക്കുന്നു. മൈക്കിൾ അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ നടന്നതും പാപ്പനില്ല. തോക്കിനാടാ വെക്കടാ വെടി. ആറ് വെക്കടാ വെടി വെക്കടാ. നമുക്ക് അവര് വരെ എത്ര സമയം നമുക്ക് എഡിറ്റ് ചെയ്താക്കായിരുന്നല്ലേടാ അമിത. എടാ ഇല്ലടാ, അത് മറ്റേ കണ്ണാടാ. ഗൈസ് ഇതാണ് നമ്മുടെ എയർ ഫ്രഷ്നർ. ഇതിവിടെ അടിച്ച് നല്ല സെറ്റപ്പ് ആയിട്ട് ലോക്ക് ചെയ്ത് വെച്ചു. അത് തന്നെ ഊരിപ്പോയതാ. അതിനാ 2 അടിച്ചു വെക്കാനാ. 2 അടിച്ചു വെക്കാനാ. അവിടെ നല്ല സെറ്റപ്പ് ആയിട്ട് ഇരുന്നോളും. പീച്ച് കിട്ടണം. പീച്ചാണ് ഏറ്റവും സൂപ്പർ. വണ്ടികൾക്ക് പറ്റിയത് പീച്ചാ. ആണോ? വണ്ടികൾക്ക് പറ്റിയത് പീച്ചാ. തമ്മിൽ ഭേദം തൊമ്മൻ. ഈ സാധനം എങ്ങനെ ഇടുന്നു? ഇതാണ് ഇങ്ങോട്ട് വരുന്നത്. ആ ഇതേ ഇവിടെ ഇങ്ങനെ അടയ്ക്കുന്നു. 20-ലിടുന്നു. 10-ലിട്ടോ 2 അടി അടിക്കട്ടെ. 10-ല് 10 മിനിറ്റ് 2 അടി. കാരണം 7 പേര് ഈ വണ്ടിയിലുള്ളതുകൊണ്ട് 10 മിനിറ്റ് 2 അടിയോ? അല്ല 10 മിനിറ്റ് വെച്ച് അടിക്കും. 7 പേര് ഈ വണ്ടിയിലുള്ളതുകൊണ്ട് രാത്രി ഇറങ്ങാൻ കേട്ടോ. രാത്രി വാതിലോട്ട് അടിക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ ബോൾട്ട് ചേക്കാൻ വേണ്ടി ചേട്ടൻ വന്നു. അപ്പം ആ ചേട്ടനോട് പിന്നെ നോക്കാൻ വേണ്ടി പറഞ്ഞു. ഫ്രണ്ടിൽ 2 ബോൾട്ടും കുഴപ്പമില്ല. സെൻട്രൽ ബോൾട്ട് ബേക്കിൽ 2 കൂടെ ഇനി നോക്കിയാൽ മതി. ഇനി വേറെ കാര്യമുണ്ട്. രാത്രി അവർക്ക് പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവര് മറ്റൊന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടാണോ? സെൻട്രൽ ബോൾട്ട് കട്ടായെന്ന് നമ്മളോട് പറഞ്ഞു. വേറെ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. ഏറ്റവും നല്ല എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാണാൻ പറ്റൂല. നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയ വണ്ടി അല്ലേ? ഒന്ന് അവിടെ അറിയാലോ. ഇലക്ട്രിക്കിൻ്റെ ആളെയും കൂടെ എങ്ങനെയെങ്കിലും ഒപ്പിക്കണം. ഇലക്ട്രിക്കിനാട്ടോ മസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ AC അത് നോക്കിയിട്ട് ആ ബാറ്ററി അത് നോക്കണം. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ജാക്കി മേടിക്കാൻ ലക്ഷ്മി നഗറിൽ പോയേക്കുക. ഇനി അയാളെയും പോയി കൂട്ടണം കേട്ടോ. ഇവന് നമുക്ക് ഈ പോകേണ്ട എല്ലാം കറക്റ്റ് ഒരു സ്ഥലം തന്നെയാണ്. ലക്ഷ്മി നഗറാ പുള്ളിയുള്ളത്. നമുക്ക് അവിടെ നമുക്ക് പോകണ്ടേ? അല്ല നമുക്കിപ്പം പോകേണ്ടത് അലൈൻമെന്റ് ഷോപ്പിൽ. അവിടെ നമ്മുടെ പുള്ളിക്കാരൻ എവിടെയുള്ള പുള്ളി ഏകദേശം ലക്ഷ്മി നഗറിൽ തന്നെയൊക്കെയാ. ദീപിച്ചേട്ടാ അപ്പൊ ലക്ഷ്മി നഗർ അവിടെ നിൽക്കാൻ പറഞ്ഞു. അവിടെ കണ്ടുപിടിച്ചാ പോരെ. നമ്മളെ എല്ലാം തീർത്തിട്ടൊക്കെ പോവാണെങ്കിൽ പിന്നെ നമുക്ക് കണ്ടിന്യൂസ് പോവാം. തമിഴ്നാട്ട് വരെയൊക്കെ നമുക്ക് അത്യാവശ്യം സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കേരളം പോലെ തമിഴ്നാട്ടില് നമുക്ക് പേശി നമുക്കെല്ലാം മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അതെ. അങ്ങോട്ട് ചിലപ്പോൾ ഹിന്ദി ആവും. അപ്പൊ നമുക്ക് ഇച്ചിരി കാര്യങ്ങൾ ബാറ്ററിയിൽ ചാർജ് കയറുന്നില്ല. ഒരു പ്രശ്നം AC ഇട്ട് കഴിഞ്ഞാൽ മൊത്തം ഞെങ്ങുക.
അപ്പോൾ അങ്ങനെ വരരുത്, അങ്ങനെ വരാതിരിക്കാനുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതുപോലെ അലോയ്മെൻറ്റ്, അപ്പോൾ ടയറും കിട്ടും ഒരു 30,000, നമുക്ക് 25,000 ഒക്കെ കിട്ടത്തുള്ളൂ. കിട്ടട്ടെ. ഇതുണ്ട്, ഈ സ്റ്റിയറിംഗിൽ ഇതിങ്ങനെ ബെൻഡായിട്ടല്ലേ നിൽക്കുന്നത്, ഇത് മാറ്റി സ്ട്രൈറ്റ് ആക്കണം. അലോയ്മെൻറ്റ് ചെയ്താലേ കറക്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. വീൽ അലോയ്മെൻറ്റ് ഷോപ്പിലെത്തി. സെന്തിൽ ടയേഴ്സ് എന്ന് പറഞ്ഞു, ഇതാ നല്ലതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ വലിയ തിരക്കൊന്നും കാണുന്നില്ല കേട്ടോ. നോക്കിയേ, ഇതാണ് കട ഇതേ. അപ്പോൾ ഇവിടെയാണ് ഇനിയിപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ അപ്പുറത്തുനിന്ന് വീല് കട്ടായി എന്നൊക്കെ അല്ല, ബോൾട്ട് കട്ടായി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കിളിയും പാറിപ്പോയി കേട്ടോ. എവിടെ കേട്ടോ വലിയ വണ്ടി ലോക്കൽ ചെയ്യുന്നത്, അങ്ങനെ ലോക്കൽ ചെയ്യുന്നിടത്ത് ചോദിച്ചോടാ എങ്ങനെയാണെന്നുള്ളത്. അതായത് നമ്മുടെ വണ്ടിക്ക് പിന്നെ ടയർ തിരിക്കുന്ന സാധനം ഇല്ലായിരുന്നു, അത് പുതിയത് മേടിച്ചിട്ട് ദീപിച്ചേട്ടൻ വരുന്നത്. കാണിച്ചേ പൈസ കൊടുത്തോ? എത്രയാ? അത്രേ ഉള്ളോ? ഓ, 630 2000 പണി. അയ്യോ, നിങ്ങൾ സ്റ്റാമിന ഉള്ള മറ്റേ സാധനം ഇല്ല, തേങ്ങ ഇത് മാത്രമേ മേടിച്ചുള്ളൂ, മറ്റേ മേടിച്ചില്ല. ഏത്? ഞാൻ കല്യാണ പെണ്ണിനെ കാണാൻ വേണ്ടി പോകുന്ന പോലെ ഉള്ള അലോയ്മെന്റ് ഷോപ്പുകൾ സന്ദർശിക്കലാണ് നമ്മുടെ തൊഴിൽ. പോയി ചോദിച്ചാൽ ആരും ചെയ്തു തരുന്നില്ല. എന്തുകൊണ്ടാണ്? പഠിക്കണം. അതിന് തന്നെ വിദേശത്തോട് നിങ്ങൾ വിടണം പഠിക്കാൻ വേണ്ടി, മനസ്സിലായില്ലേ? പറ്റൂലെന്ന് ആൾക്കാർ അലൈൻമെന്റ് ചെയ്ത് തരാത്തത് എന്നാന്ന് പഠിക്കണം. അവിടെ ഒരു അണ്ണൻ നിൽക്കുന്നുണ്ടോ? ലിവിനും അണ്ണൻ എന്നെ സംസാരിച്ചെന്ന് എനിക്കറിയില്ല. ആ വണ്ടി ഇറങ്ങി കഴിഞ്ഞത് കയറ്റിക്കോളാൻ പറഞ്ഞു കേട്ടോ. എന്റെ ചക്കടമോൻ ഉണങ്ങിക്കോ. ഒരു കാർട്ടൂണും അവന് ഇഷ്ടപ്പെടുകയില്ല. लगते में एप्पल भर के आस पास तेरे जो मंडराए मुंडे सब टैपर लगते गाल वाल तेरे सुर्ख गुलाब. ഗൈസ്, ഇവിടെ നടന്നില്ല കേട്ടോ. സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഫ്രണ്ടിൽ എന്തൊക്കെയോ പ്രശ്നം ഷോപ്പിൽ പോയിട്ട് വരണം. ആക്കിട്ട് വരാം കേട്ടോ. പോട്ടെ. എല്ലാവർക്കും വിശപ്പ്. എന്നാൽ പിന്നെ ഇനി ഇവിടെ തന്നെ ചുറ്റിക്കറങ്ങിക്കാനേ പറ്റുള്ളൂ. കാരണം ഇലക്ട്രിക്കലും അതുപോലെ ഒരു ബോൾട്ടിന് കംപ്ലൈൻറ്റും ഉണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് അങ്ങ് പോവാം. അപ്പോൾ ഈ കാണുന്ന ഇവിടെ നമുക്ക് വണ്ടി ഒതുക്കാം. എന്നിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. ഗൈസ്, ചോറ് ഞാൻ പോട്ടെ. വിശപ്പ ഒരു രക്ഷയില്ല കേട്ടോ. ഇതിങ്ങനെ ഒരു ഉപകാരം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഈ ഒരു സാധനത്തിന് ഇതേ പാലയുടെ പ്ലേറ്റ് ഞാനോടത്ത് ഒറ്റ ഇത് എടുക്കാൻ പറ്റുള്ളൂ, പക്ഷെ ഇത് കഴുകി ഉപയോഗിക്കാൻ അവർ ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് കാരണം ഇൻവേർട്ടർ ഇടാൻ പറ്റുന്നതല്ല കേട്ടോ. എന്ത് ചെയ്യുന്നത്? ഇത് നമുക്ക് ഇത് ശരിയാക്കിയിട്ട് പോകാൻ പറ്റുള്ളൂ. എന്നാ ഞങ്ങൾക്ക് എല്ലാവർക്കും ചോറ് വിളമ്പിക്കോ. പെട്ടെന്ന് വിളമ്പിയാൽ പെട്ടെന്ന് നിന്നാൽ നമുക്ക്. അമ്മ എലിക്കുഞ്ഞൊക്കെ കയറി പോകുന്നല്ല, പൊത്തിലേക്ക് കയറി പോകുന്നത്. കൊച്ചവിടെ ഇറക്കുക. സാമ്പാർ റെഡി. തന്നെ അടി ഇത് രസോ. എങ്ങനെ മനസ്സിലായ? അഭിരാമി വെച്ചായിരിക്കും. ഇത്ര ലൈറ്റ് വർക്കാവൂല. എന്നിട്ടോ ബാക്കിയോ? എനിക്ക് ഇത്ര ചോറ് വേണ്ടേ അപ്പ? എനിക്ക് ചോറ് കുറച്ച് മതി. എനിക്ക് എത്ര മതി? അതെനിക്ക് അച്ചാർ എടുക്കുന്നില്ല. രസം എന്തായാലും പിന്നെ നല്ല രസമുണ്ട്. ഇങ്ങോട്ട് നോക്കിയാൽ നല്ല രസമാണ്. നല്ല രസം. ഞങ്ങൾ വെജിറ്റേറിയൻ ആട്ടോ. ഞങ്ങൾക്ക് ആർക്കും ഓവർ നോൺ വെജ് കഴിക്കാൻ പറ്റൂല. കാരണം എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുള്ളവരാണ്. ഞാൻ മാത്രമേ ഇതിൽ വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാരുള്ളൂ. നല്ല രസം, നല്ല സാമ്പാർ മതി. അത് അടിപൊളി രസം. ഇത് പൊന്നിയരിയാണോ അടി? റേഷനോ? റേഷനരി കേട്ടോ. വേറൊന്നുമില്ല ഇപ്പം എൻ്റെ കൂടുതൽ. അച്ചാറ്, ഉപ്പ്, അച്ചാറ്, രസം, മോര്, തൈര് ഒന്നുമില്ല. തൈര് വേണമെന്നില്ല. അച്ചാറ് എല്ലാവർക്കും ഉണക്കമീൻ പൊടിച്ചു വന്നു കേട്ടോ. ഉണക്കമീനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് വണ്ടിക്കകത്ത്. ഉണക്കമീൻ നല്ല മീനും ഉണ്ട്, അത് പൊടിച്ചതും ഉണ്ടല്ലേ നമ്മുടെ അടുത്ത്. തമിഴ്നാട്ടിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അല്ല ഒറീസ കിട്ടാൻ സാധ്യതയുണ്ട്. ചെറിയ വെച്ചൊക്കെ ഒറീസ കിട്ടും. എങ്ങനത്തെ മീനായിരുന്നു അറിയാവോ? അതായത് ഉണക്ക് കിട്ടും. അതായത് നമ്മുടെ ഇത് പുഴയിലെ കടലേ കിട്ടൂല. നോക്കാം. ഫ്രണ്ട് ഇരുന്ന് നല്ല കീച്ചാട്ടോ. ജയിക്കൽ അപ്പനും മമ്മയും അഭിരാമി എടുക്കുന്നുള്ളൂ. നീ എടുത്തോ. നല്ല കറിയല്ലേ? റേഷനരി കൂട്ടി സാമ്പാർ തന്നെ രസമാണ്. റേഷനരി എന്നാ ടേസ്റ്റ് അല്ലേ? റേഷനരി പഴയ സ്കൂളിലെ ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. മമ്മിക്ക് കൊടുത്തോ? പപ്പയ്ക്കോ? അപ്പൊ അഭിരാമി ബഹുമാനം കൊണ്ടല്ലോ പേടിച്ചിട്ടാണ്. വെള്ളപ്പം താഴെ വരും. ഗൈസ്, നമ്മളിപ്പോൾ ഉണ്ടല്ലോ നയാര പെട്രോൾ പമ്പിലാണ്. ഇനിയിപ്പോൾ ഉണ്ടല്ലോ നയാര പെട്രോൾ പമ്പാണ് ഏറ്റവും വൃത്തിയേറ്റ സംഭവം ഉള്ളത്. കാരണം വെച്ചാൽ റിലയൻസ് കഴിഞ്ഞാൽ റിലയൻസ് ഇത് കഴിഞ്ഞ കേട്ടോ. കാരണം നയാരയുടെ പമ്പുകളെല്ലാം പുതിയതാണ്. കാരണം SR വിറ്റപ്പോൾ എല്ലാം നയാര എടുത്തു. ഇതിപ്പം വീണ്ടും എനിക്ക് തോന്നുന്നു അംബാനി അദാനി കൂടെ എടുക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നു. 2000 രൂപ എണ്ണ അടിക്കട്ടെ. അതേസമയത്ത് അപ്പനും അമ്മയും അവരെല്ലാം ബാത്റൂമിൽ പോയേക്കുവാണ്.
ഇനി ഇത് കൂടാതെ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ വണ്ടിയുടെ ആ ഒരു എന്നാ ചേട്ടാ എന്നാ ഇതിന്റെ പോയെന്ന് വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ടയർ നമ്മുടെ ഇങ്ങനെ കുലുങ്ങുവാണ്. അതിന്റെ പേരെന്നായിരുന്നു മിസ്റ്റർ ദീപു? പേരെന്നാ? ആ ബുഷിൻ ആ മറ്റേ ബോൾട്ടിന്റെ ഞങ്ങൾക്ക് എഴുതി തന്നു വിട്ടിട്ടുണ്ട്, ഞങ്ങൾ കാണിച്ചു തരാം. കാട്ടി തന്നെ ബൈക്കറിയാവോ? ഫ്രണ്ട് ബോത്ത് സൈഡ് കിങ് പിൻ ലുങ് സിംഷോൺ ഡി. നമ്മൾ മാറ്റിയതല്ലേ? ₹1 ഡിസ്കൗണ്ട് ഉണ്ട്. ഇവിടെ വരുന്ന വഴിക്ക് എല്ലാം കാണാം. കേരളത്തിൽ നിന്നായിരിക്കും അല്ലേ? റിലയൻസിലല്ലേ സാധാരണ? ഏറ്റെടുക്കാൻ പോകുന്നു. അന്നപ്പോ അങ്ങനെ ഓഫറൊക്കെ ആയിരിക്കും. നമ്മളെ വണ്ടിയെ അതിന്റെ ഉള്ളിലേക്ക് കയറ്റാൻ പറഞ്ഞു, കയറ്റുക കേട്ടോ. എന്തായാലും ചെയ്തിട്ടോ. മറ്റേ അലോമെന്റിന്റെ അവർ പറഞ്ഞെന്ന് വെച്ചാൽ ഇതിട്ട് ഓടിക്കഴിഞ്ഞാൽ അധികം കാലം ടയർ കിട്ടും, 5000 കിലോമീറ്റർ കിട്ടുമെന്നാണ്. ഇതാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ദീപിച്ചേട്ടന്റെ വലിയൊരു പ്രത്യേകത. അതായത് ലോകത്തിലെ ഏറ്റവും ഭാഗ്യം ജനിച്ച ഒരാളാണ്. അതെ അതെ. ഇരുന്നാൽ അപ്പോൾ ഉറങ്ങിപ്പോവും. നമ്മളൊക്കെ ഉറങ്ങാൻ വേണ്ടി കഷ്ടപ്പെടും. അങ്ങോട്ട് നോക്കി ഒരു ചെറിയ കറക്റ്റ് സൈലന്റ് ആയിട്ട് വന്നിട്ട് നോക്കി മാറ്റി ഇതൊക്കെ വെച്ചിട്ട് ഉറങ്ങുന്ന നോക്കി. അതിന്റെ പെർഫെക്ഷൻ നോക്കി എങ്ങനെ സാധിക്കുന്നു? കയ്യിലുള്ള സാധനം വിട്ടിട്ട് പോലില്ലേ ചേട്ടാ? ഇതെങ്ങനെ പറ്റുന്നു ചേട്ടാ? ചേട്ടാ ഇതെങ്ങനെ സാധിക്കുന്നത്? എനിക്കറിയില്ല ചേട്ടാ, സാധിക്കുന്നത് ഇതന്നെ. ഇത് വെച്ചേക്കുന്ന അത് പൊട്ടിപ്പോകും. ലിവിൻ വണ്ടി കയറി കേട്ടോ. എങ്ങനെയുണ്ടോ ഓടിക്കാൻ? ഇന്ന് രാത്രി എന്താണെന്ന് വണ്ടി ഓടിച്ചു നോക്കണം. കാര്യം വെച്ചിട്ടുണ്ട്, ഈ വലിയ വണ്ടി ഓടിച്ചിട്ടില്ലല്ലോ. അഭിരാമിയും ലിബിനും വണ്ടി ഓടിക്കാൻ വേണ്ടി മാത്രം നിൽക്കും കേട്ടോ. അഭിരാമി ഇല്ല, ഇല്ല അഭിരാമി ഇല്ല. ഓഫായി നിന്ന് അഭിരാമി എന്നും ഞാൻ ഈ വണ്ടി ഓടിക്കും രാത്രിയില്. ഓ ഗൈസ്, ഫൈനലി അങ്ങനെ ഒരു ചെറിയ സാധനം ഉള്ളിലത്തെ പോയത്. അതാണ് ടയർ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്നല്ലേ ഈ സാധനം അല്ല ദീപു ചേട്ടാ? ഈ സാധനം അങ്ങനെ കണ്ടുപിടിച്ച ആ സാധനം അങ്ങനെ സാധാരണ നമ്മൾ ഈ സാധനം എല്ലാം ഊരി എടുത്തതാണ്. ഊരി മൊത്തം മറന്നപ്പോൾ ഈ സാധനം മാത്രം മറന്നുപോയി മാറ്റാൻ വേണ്ടി. അങ്ങനെ ഈ സംഭവം കൂടെ മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി തീരും അല്ലേ? ടയർ നമുക്ക് കൂടുതൽ ലഭിക്കും. അല്ല ഒരു 10000 കിലോമീറ്റർ ആകുമ്പോൾ ടയർ വെട്ടി തീരും. അതേ സമയത്ത് നമ്മൾ ഇലക്ട്രീഷ്യൻ ചേട്ടൻ വന്നു കേട്ടോ. ഇലക്ട്രീഷ്യൻ ചേട്ടൻ വന്നിട്ട് ഇവിടെ ഈ ചേട്ടനാണ് ഇലക്ട്രീഷ്യൻ ചേട്ടൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചൊവ്വാക്കി തന്നു. ഇവിടുത്തെ ഒരു സാധനം ലൈൻ കട്ടായി പോയതാണ്. അങ്ങനെയാണ് ഈ ഡൈനാമിലോട്ട് ചാർജ് കയറാത്ത ഈ സാധനം തന്നെ. ഈ സാധനം കട്ടായി പോയതാണ് പറ്റിയതെന്തോ. ഇതിങ്ങനെ കട്ടായിപ്പോയി, സാധനം കയറിയില്ല. അങ്ങനെയാണ് ഈ ചേട്ടൻ വന്ന് സംഭവം റെഡിയാക്കി തന്നെ. നന്ദി അണ്ണാ, നന്ദി. ഗൈസ്, ഇലക്ട്രീഷ്യൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഇലക്ട്രീഷ്യൻ ചെയ്തിട്ട് പോയി. അതേ സമയത്ത് അപ്പുറം ഇപ്പുറത്തെ ഈ സാധനം മാറ്റണം കേട്ടോ. ഗൈസ്, ഫൈനലി പണി കഴിഞ്ഞു. ഞാൻ സമയം കൊണ്ട് കുറച്ച് സമയം കൊണ്ട് എഡിറ്റ് ചെയ്തു. അവിടുന്ന് പൈസ ഒക്കെ കൊടുത്തിട്ട് ഓടി വരുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് നമുക്ക് തൊട്ടപ്പുറം ജേക്കയുടെ ഇതുണ്ട്, അവിടെ കൊണ്ടേ കയറ്റാം. ബാക്കിയുള്ള അടുത്തൊന്നും ശരിയാകുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല, പയ്യന്മാർ പറഞ്ഞത് മാറിപ്പോയതൊന്നും അവിടെ കൊണ്ടേ തന്നെ അലോട്ട്മെൻറ്റ് ചെയ്യാം കേട്ടോ. ഓ ഗൈസ്, ഫൈനലി അങ്ങനെ നമ്മുടെ വണ്ടിയും കാര്യമൊക്കെ റെഡിയാക്കി നേരെ ബില്ലും കൊടുത്ത് ഈ നിൽക്കുന്ന ചേട്ടന്മാരാണ് നമുക്ക് വണ്ടിയും കാര്യങ്ങളും പണിത് തന്നെ. ആ ചേട്ടനാണ് നമുക്ക് ഇലക്ട്രീഷ്യനും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഇവിടെ വെത്തി ചെയ്തു തന്നെ. കാര്യം എന്ന് വെച്ചാൽ പുറത്ത് നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവില്ല അവർക്കും നമുക്കും. ഭാഷയുടെ ചെറിയ പ്രശ്നമുള്ള കാരണം ആ മറ്റേ പുള്ളിക്കാരനോട് പറഞ്ഞെല്ലാം മനസ്സിലാക്കി ആ ചേട്ടനെല്ലാം സാധനം ശരിയാക്കി തന്നു. അത് രാവിലെ നമ്മൾ ദീപിച്ചേട്ടൻ എന്നെ കംപ്ലൈൻറ്റ് ആണെന്ന് പറഞ്ഞാൽ വന്നേ അല്ലേ? വേറെന്താ സാധനം പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ ബോൾട്ട് എന്ന് പറഞ്ഞ് വന്നതാണ്. സെൻട്രൽ ബോൾട്ട് അല്ലായിരുന്നു, നിസ്സാര പരിപാടി ഉണ്ടായിരുന്നു. സാധനം മാറ്റി. ചേട്ടാ നന്ദി. ഓക്കെ ചേട്ടാ. ഏതോ ഗ്രാമത്തിലാട്ടോ ഞങ്ങളുള്ളത്. അതായത് ഞങ്ങൾ അവിടുന്ന് ആ ഇലക്ട്രിക്കൽ പരിപാടി സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് ഇതുണ്ട്. ഇവിടെ കൊച്ചി 2 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല, വെജിറ്റബിൾ ആയതുകൊണ്ട്. നമ്മുടെ കൊച്ചിന് ഒന്നേ മീൻ വേണം, അല്ലെ ചിക്കൻ വേണം, അല്ലെ അവന് കോഴി മുട്ട വേണം. അതെ, മുട്ടയ്ക്ക് വേണ്ടി ഞങ്ങളുടെ വീട്ടിൽ കോഴിയുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ കൊണ്ടുവരാൻ പറ്റൂലല്ലോ. അത് കാരണം അതുകൊണ്ട് ഞങ്ങളിവിടെ കോഴിയെ മേടിക്കാൻ വേണ്ടി വന്നതാണ്. നൈറ്റ് ഭക്ഷണം വെക്കാൻ വേണ്ടി. തൊട്ടപ്പുറത്ത് വണ്ടി അലോയ്മെന്റ് ചെയ്തിട്ടും കൂടെ പോകുന്നുള്ളൂ. അതേ സമയത്ത് ഞാൻ പണ്ട് ആസാമിൽ ഇതേപോലെ കളിച്ചാ പിള്ളേർ അവസാനം എടുത്ത് പൈസ മേടിച്ചിട്ടാ വിട്ടത്. ഞാൻ 2 ബോൾ കൂടുതൽ ചെയ്യാൻ മതി, പൈസ തരാന്ന്. ഇങ്ങോട്ടൊക്കെ നോക്കട്ടെ വീടുകള്. പൈസ മേടിച്ചിട്ട് ഇങ്ങോട്ടൊക്കെ ഓല മേഞ്ഞ ഓല കൊണ്ടുള്ള വീടുകൾ ഉള്ളിലേക്ക്. അതിന് വേറെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഒന്നിന്റെ സൈക്കിള് ഏറ്റവും കൂടുതൽ ഇപ്പൊ റെയറായിട്ട് വരിക. നമ്മള് കേരളത്തിൽ നമ്മൾ അന്നൊരു വെബ് സീരീസ് പിടിക്കാൻ വേണ്ടി നമ്മൾ നോക്കിയില്ലേ, ഒരു സൈക്കിളിന് വേണ്ടി നമ്മള് ഒരാളുടെ ലോട്ടറി മൊത്തം മേടിച്ചിട്ടാണ് നമുക്ക് സൈക്കിൾ കിട്ടിയത്. ഈ വണ്ടി നമുക്ക് ബാക്കോട്ട് ഇറക്കിയിടാൻ ചേച്ചി പറഞ്ഞത്. അങ്ങനെ ചെയ്യാല്ലേ? അങ്ങനെ ചെയ്യാം, ചേച്ചിമാർ പറഞ്ഞ പോലെ ചെയ്യാം. അല്ലെ രാത്രി ചിലപ്പോൾ ചിക്കൻ തന്നില്ലല്ലോ. ഒരു ചിക്കൻ മേടിക്കാൻ വേണ്ടി വന്നാ ചേച്ചിയൊക്കെ എന്നെ കലിപ്പാന്ന് ആലോചിച്ച് നോക്കിയ എന്നാ വണ്ടി അങ്ങോട്ട് ഇടാൻ. വണ്ടി അങ്ങ് പുറത്തോട്ട് മാറ്റിയിടാന്ന് പറ. പപ്പീനെ പിടിച്ച വണ്ടി മാറ്റിയിട്ട് അതിന് വേണ്ട, ഫുള്ളാന്നെ പൊളിച്ചിടുങ്ക.
നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് ദീപു ചേട്ടൻ ലിപി കൂടി ഇപ്പൊ ലിപി തോറ്റില്ല എന്ന് പറയുന്ന രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ ചിക്കൻ മേടിക്കാൻ വന്നപ്പോ ഇവിടെ ബാറ്റിംഗ് കിട്ടിയതാണ് ഗൈസ്. ഓ ദീപു ചേട്ടനൊക്കെ അവകാശപ്പെട്ടിരുന്നത് ദീപു ചേട്ടൻ വലിയ പുള്ളിയാന്നാ. ഇപ്പൊ ഒന്നിനും പറ്റാത്ത അവസ്ഥയിലാ. ദീപു ചേട്ടൻ നിങ്ങൾ ഒരു ബോളെങ്കിലും അടിക്കുവോ? ഒരു പായത്താലോട് നിനക്ക് അവിടെ കിടക്കാം. ഗൈസ് ഇവരെല്ലാം ക്രിക്കറ്റ് കളിക്കാൻ പോയതായിരുന്നു. ഇവരെല്ലാം ക്രിക്കറ്റ് കളിച്ച് ഇവരെല്ലാം എത്തി. ഒരാള് നീട്ടിയടി അപ്പന്റെ പാൻസ് കീറിപ്പോയാ. എടോ 2 ദിവസം ഇടണം കേട്ടോ. സംഭവം എന്നാന്ന് വെച്ചാല് ഇത് കഴിഞ്ഞ അവിടുന്ന് ഇവിടുത്തെ ഒരുത്തം വന്നല്ലോ. കുയി 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 എന്ന് പറഞ്ഞ് കാറ് വരുന്നുണ്ട് കിടന്ന്. അപ്പം ഇവിടെ 220 രൂപയാണ് കിലോയ്ക്ക്. അത് മാത്രമല്ല ഇവിടെ തൊലി പൊളിക്കാതെ തരത്തില്ല. അതായത് തൊലി പൊളിക്കാതെ തരത്തില്ല, തൊലി പൊളിച്ച് തരത്തുള്ളൂ. അപ്പം മൊത്തത്തിൽ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അങ്ങനെ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പം നമുക്കുള്ള സാധനം ഇവിടെ ഇപ്പം പുള്ളിക്കാരൻ വെട്ടാൻ വേണ്ടി പോകാം. നമുക്ക് നാളെ എടുക്കാം, നാളെ കഴിഞ്ഞ് കൊടുക്കാം. ഫ്രിഡ്ജ് ഉണ്ടല്ലോ. ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ആദ്യമായിട്ട് ഒരാൾ ഇങ്ങനെ പറയുന്നത് സാധാരണ. ഗൈസ് നോക്കൂ, അങ്ങനെ ഇന്നത്തെയും കഠിന പ്രയത്നത്തിനൊടുവിൽ നമ്മുടെ വണ്ടി അങ്ങനെ അലോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ വാഹനം മേടിച്ചിട്ട് അലോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ട്രാവലർ വരെ ചെയ്തിട്ടുണ്ട്. ദീപിച്ചേട്ടൻ അവിടെ നിന്ന് ചിരിക്കുന്ന നോക്കിയേ, ആ ചിരി ഒന്ന് നോക്കിയടാ. നോക്കിയേ, 35 വയസ്സുകാരൻ്റെ ചിരിയാണ് നിങ്ങൾ കാണുന്നത്. 40 വയസ്സുകാരൻ്റെ സന്തോഷമാണ് നിങ്ങൾ കണ്ടത്. അപ്പം നമ്മുടെ ബസ് ആദ്യമായിട്ട് അലോയ്മെൻറ്റ് ചെയ്യുവാണ്. അതുകൂടാതെ നമ്മുടെ 4 വീൽ കപ്പ് അവർ ഊരിയെടുത്തു. ഞാൻ പല സ്ഥലത്തും പോയി. ഇവിടെ ഓരോരുത്തർ ഓരോ മുണന്യായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് പഴയ സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നു. കേസ് എന്തായാലും അലോയ്മെൻറ്റ് അവർ ചെയ്യട്ടോ. എനിക്ക് ഓരോ സാധനങ്ങൾ ഇത് മറ്റേ ചെസ് കളിക്കുന്ന സാധനത്തിന് മുറിച്ചോണ്ട് വന്നു തോന്നുന്നു കേട്ടോ. കേസ് എന്തായാലും അലോയ്മെൻറ്റ് ചെയ്ത് അവർ ലെവലാക്കട്ടെ. 600 രൂപയുള്ളൂ. ഇവിടുത്തെ വില ഉണ്ടോ? നമ്മുടെ നാട്ടിൽ ചോദിച്ചാൽ ഞാൻ ചോദിച്ചാൽ 1400 പറഞ്ഞത്. അപ്പോൾ ആ സ്ഥലത്തിന് പറഞ്ഞായിരുന്നു കാര്യാട് അപ്പോളെ ചോദിച്ചത്. 600 രൂപ ഉള്ളു തമിഴ്നാട്ടില്. അപ്പോ അവരുടെ ഡയലോഗ് നമ്മൾ ഫ്രീ ആയിട്ട് ചെല്ലുന്ന പോലെ നാട്ടിൽ വിളിച്ചു ചോദിച്ചു 9000 ടയറിന് അവിടെ 10 രൂപ. എന്തിന് കുറച്ച് രൂപ എന്ന് വെച്ച് 100 രൂപ കൂടെ കുറച്ച് തരാന്ന് പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ ഞാൻ ചേട്ടാ ഇത് ടയറും കൂടി ഇട്ട് തരുമോ? അത് കഴിഞ്ഞിട്ട് ചോദിച്ചു അലോയ്മെന്റും കൂടി ചെയ്ത് തരുമോ? ഇപ്പൊ സമയമില്ല, വണ്ടി എടുത്ത് പോയിക്കോട്ട് വെക്കാം. വെറുതെ അല്ലേ പൈസ കൊടുത്തിട്ടല്ലേ നമ്മൾ ചോദിച്ചേ അല്ലേ? 500 രൂപ കുറവ്. എന്തായാലും നമ്മുടെ വണ്ടി അങ്ങനെ അവർ അലോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിൻ്റെ വീലൊന്നും കറക്റ്റ് അല്ല, എല്ലാം മേക്രോ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എന്തായാലും ചെയ്യട്ടെ. നമ്മുടെ ടയറിൻ്റെ സംഭവങ്ങൾ ഓരോന്നായിട്ട് അവർ നോക്കുക കേട്ടോ. ലിബിനാണേൽ ഇവിടെ നിന്ന് തള്ളും. ആഹാ, ദീപിച്ചേട്ടനെ കൊണ്ട് മടുത്തു പോയി. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ വണ്ടിയുടെ അലോയ്മെൻറ്റ് സംഭവങ്ങളും ചെയ്തു. അങ്ങനെ ഉറങ്ങാൻ പോവാണ്. മമ്മി ഇതിൻ്റെ അടി നേരത്തെ കയറി സ്ഥലം പിടിച്ചു. മൈക്കിളും അഭിരാമി അവിടെയുണ്ട്. ഞങ്ങൾ എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. എൻ്റെ പ്രശസ്ത എഡിറ്റർ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കയറും. പിന്നെ യുവജനങ്ങൾ ഇങ്ങോട്ട് നോക്കിയാൽ യുവജനങ്ങളൊക്കെ ഇവിടെ ആട്ടെ, തൊട്ട് ഫ്രണ്ടിലേക്കൊക്കെ യുവജനങ്ങൾ അപ്പൻ നാളെ ചോറ് വെക്കാൻ വേണ്ടി റെഡിയായിട്ട് അപ്പൻ നിൽക്കുവാണ്. അപ്പൻ്റെ നിപ്പൊക്കെ നോക്കിയേ ഗൈസ്. അപ്പം അമിത് ഒന്ന് ഉറങ്ങിപ്പോയി. ഞാനങ്ങ് എഡിറ്റ് ചെയ്തു. കിട്ടിയത് മൊത്തം അമിത്തിനാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമിത് എൻ്റെ അടുത്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. അമിത് അറിയാതെ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ഞാൻ അമിത് ഇരുന്ന ഗ്യാപ്പിൽ ഞാൻ ഒറ്റയ്ക്ക് പണ്ടത്തെ പോലെ തന്നെ ഞാൻ എല്ലാം ചെയ്തു നോക്കി. അപ്പം എന്തായി, സന്തോഷമായില്ലടാ? ഇന്നലത്തെ വിൻറ്റേജിനെല്ലാം കൂടെ അമിത്തിനാ കിട്ടിയേ. അതും അമിത്തിനെ തെറിയല്ലേ?
അമിത് എൻ്റെ കൂടെ ഇരുന്നാണ്. അപ്പം ഞാൻ മൊത്തം ഒന്ന് ഇരുന്ന് അങ്ങ് പഠിച്ചു. മൊത്തം തെറി അവനാ, എനിക്ക് കുഴപ്പമില്ല.